തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മുന്നേറ്റം ആപേക്ഷികമായ മുന്നേറ്റമാണെന്ന് പുതിയ സർവേ നടത്തിയിരിക്കുന്നത് കേരള ലൈവ് ന്യൂസ് പോളാണ്. കേരള ലൈവ് ന്യൂസ് പോളിൻ്റെ സർവേ പ്രകാരം LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവർ പറയുന്നത്. 70,500 വോട്ടർമാരിൽ നിന്നും ഡാറ്റകൾ കളക്ട് ചെയ്ത് നടത്തിയ സർവേയാണ് കേരള ലൈവ് ന്യൂസ് പോൾ സർവേ. 70,500 വോട്ടർമാരെ നേരിട്ട് കണ്ട് നടത്തിയ സർവേയാണ് ഇതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ സർവേ പ്രകാരം LDFന് 83 മുതൽ 95 വരെ സീറ്റുകൾ ലഭിക്കും. UDFന് 42 മുതൽ 57 വരെ സീറ്റുകൾ ലഭിക്കും. BJPക്ക് 3 സീറ്റുകൾ പരമാവധി 1 മുതൽ 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കും. CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമെന്നും കേരള ലൈവ് ന്യൂസ് പോൾ സർവേ പറയുന്നു. കേരള ലൈവ് ന്യൂസ് പോൾ സർവേ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നില മെച്ചപ്പെടുത്തും, മുസ്ലിം ലീഗ് നില മെച്ചപ്പെടുത്തും, UDFിലെ ഏറ്റവും വലിയ കക്ഷിയായി മുസ്ലിം ലീഗ് മാറുമെന്നും പറയുന്നു. സർവേയിൽ പങ്കെടുത്ത 79% പേർ LDFിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നു. LDFിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ തിരിച്ചുവരവിന് LDF സർക്കാരിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായി മാറുമെന്ന് അവർ പറയുന്നു. 79% പേർ LDFന് അനുകൂലമാകുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. സർവേയിൽ പങ്കെടുത്ത 31% പേർ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 24% പേർ KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുന്നു. KK ശൈലജ ടീച്ചർ കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെന്നും സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് LDFനെ നയിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ധർമ്മടത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രിയാകാൻ P രാജീവ്, K രാധാകൃഷ്ണൻ, ബാലഗോപാൽ, ധനകാര്യമന്ത്രി ബാലഗോപാൽ എന്നിവരും അർഹരാണെന്ന് സർവേയിൽ പറയുന്നു. അതേസമയം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ 20% പേരാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ 18% പേരാണ്. 31% പേർ പിണറായി വിജയനെ പിന്തുണയ്ക്കുമ്പോൾ 24% പേർ KK ശൈലജ ടീച്ചറെ പിന്തുണയ്ക്കുന്നതും ശ്രദ്ധേയം. പിണറായി വിജയൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പിണറായി ആകും ഇടതുമുന്നണിയെ നയിക്കുക എന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പ്രസ്താവിച്ചു കഴിഞ്ഞു. പക്ഷേ പിണറായി വിജയൻ ആരോഗ്യ കാരണങ്ങളാൽ ഒരുപക്ഷെ ധർമ്മടത്ത് മത്സരിക്കാൻ സാധ്യത കുറവാണെന്ന് കേരള ലൈഫ് ന്യൂ പോൾ സർവേയിൽ പറയുന്നു. എന്തായാലും ഈ സർവേ LDFനെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം നൽകുന്ന സർവേയാണ്. കേരള ലൈവ് ന്യൂ പോൾ സർവേ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പല സർവേകളും വന്നും പോയും ഇരിക്കുന്നു. പക്ഷേ 70,500 വോട്ടർമാരിൽ നിന്നുമാണ് കേരള ലൈവ് ന്യൂ പോൾ സർവേ നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. എന്തായാലും LDF ഭരണ തുടർച്ച നേടും എന്ന് സർവേയിൽ പറയുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയായി UDFന് മാറുന്നു. ഇനി തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രമേ ഉള്ളൂ. ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 2ാം വാരത്തോടു കൂടിയായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ സാഹചര്യത്തിലാണ് കേരള ലൈവ് ന്യൂ പോൾ സർവേ
പുറത്ത് വന്നിരിക്കുന്നത്. ഇവർ മുമ്പ് സർവേകൾ നടത്തിയിട്ടുണ്ട്. 2021 വലിയ തിരിച്ചടികൾ LDF സർക്കാരിന് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഉണ്ടായപ്പോൾ, അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത് കേരള ലൈവ് ന്യൂ പോൾ സർവേയാണ് എന്നുള്ളതും ശ്രദ്ധേയം. എന്തായാലും LDFO UDFO എന്നതിന് LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അവർ പറയുമ്പോൾ അതിൽ ചില കാര്യകാരണങ്ങൾ ഇല്ലാതില്ല. ഇത്തവണത്തെ ബഡ്ജറ്റ്, പുതിയ ബഡ്ജറ്റ് വളരെ ശ്രദ്ധേയമാണ്. വോട്ടർമാർക്ക് വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും ഒക്കെ നൽകുന്ന ബഡ്ജറ്റ്, സർക്കാർ ജീവനക്കാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ബഡ്ജറ്റ്. ആ ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരള ലൈവ് ന്യൂ പോൾ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ തന്നെ കേരളത്തെ നയിക്കണമെന്നും അദ്ദേഹം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്നും 31% പേരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ശൈലജ ടീച്ചറെ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് CPM. ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുമെന്നും അവർക്കുള്ള ക്ലീൻ ഇമേജ്, ഒരു വിവാഹത്തിലും പെടാത്തൊരു വ്യക്തിയാണ് ശൈലജ ടീച്ചർ, അവർക്കുള്ള ക്ലീൻ ഇമേജ് CPM-നെ തുണയ്ക്കുമെന്നും കരുതുന്നവർ ഏറെയുണ്ട് പാർട്ടി ഏത് പ്രതികൂല അവസ്ഥയെയും അതിജീവിക്കാൻ പാർട്ടിക്ക് കഴിയും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് അധികാരത്തിൽ വന്നു 2021. അന്ന് കേരള ലൈവ് ന്യൂസ് പോൾ സർവേ ഇടതുപക്ഷം വരുമെന്ന് പ്രധാനമായി പ്രഖ്യാപിച്ച സർവേ ഏജൻസിയാണ്. അവർ അന്ന് പറഞ്ഞത് 110 സീറ്റ് നേടി LDF അധികാരത്തിൽ വരും എന്നാണ്. എന്നാൽ ഇപ്പോൾ അവർ അത്രയും പറയുന്നില്ല. 83 മുതൽ 95 വരെ സീറ്റുകളാണ് അവർ LDF-ന് പ്രവചിക്കുന്നത്. CPM ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വീണ്ടും മാറുമെന്ന് 2021 അവർ പറഞ്ഞിരുന്നു. ഇപ്പോഴും അവർ അതുതന്നെയാണ് പറയുന്നത്. എന്തായാലും സർവേ ഫലം UDF-നെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. പുതിയ ബഡ്ജറ്റ് അത് ശക്തമായ ബഡ്ജറ്റ് തന്നെയാണ്. ജനങ്ങൾക്ക് വാരിക്കോരി ഔദാര്യങ്ങൾ നൽകുന്ന, ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുന്ന ബഡ്ജറ്റ്.